ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഈ വരുന്ന ജനുവരി 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണല്ലോ തുടരും. വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഈ സിനിമയ്ക്ക് മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റുകളോ ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വരാത്തത് എന്താണെന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്തായാലും ആരാധകരുടെ ഈ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തുടരും എന്ന സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് ഈ വീക്കെൻഡിൽ തന്നെ പുറത്തു വരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബേബി ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പുറത്തു വരാനാണ് സാധ്യത. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത റെട്രോ എന്ന സിനിമയുടെ ഒരു പൊങ്കൽ സ്പെഷ്യൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സൂര്യ, പൂജ ഹെഗ്ഡെ, ജോജു ജോർജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന റെട്രോ 2025 മെയ് മാസം 1-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ഇപ്പോൾ 35 കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആന്റണി വർഗീസ് നായകനെ വരാനിരിക്കുന്ന ഒരു കിക്ക് ബോക്സിംഗ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ദാവീദ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിച്ച ദാവീദ് ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീമെന്ന് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പൊല്ലാതവൻ, അസുരൻ, ആടുകളം, വടച്ചെന്നൈ എന്നീ സിനിമകൾക്ക് ശേഷം ധനുഷിനെ നായകനാക്കി വെട്രിമാരൻ വീണ്ടും ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു. വെട്രിമാരന്റെ തന്നെ വിടുതലൈ ചിത്രം നിർമ്മിച്ചിട്ടുള്ള RSI എന്ന കമ്പനിയാണ് ഈ ധനുഷ് ചിത്രവും നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രോജക്ടിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടന്നിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മറ്റ് അപ്ഡേറ്റുകളും ഉടൻ തന്നെ പുറത്തുവരും. മാത്യു തോമസിനെ നായകനാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്ത ലൗലി എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ആനിമേറ്റഡ് കഥാപാത്രം മുഖ്യ വേഷത്തിലെത്തുന്ന ഒരു ഹൈബ്രിഡ് സിനിമയാണ് ലൗലി. മാത്യു തോമസ് നായകനാവുന്ന ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് ഒരു ഈച്ചയാണെന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി ലൗലി 3D ഫോർമാറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ഹോളിവുഡിൽ നിന്നും ഈ വർഷം വളരെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് ഫൈനൽ ഡെസ്റ്റിനേഷന്റെ 6-ാം ഭാഗമായ ദ ബ്ലഡ് ലൈൻസ്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന 2025 മെയ് മാസം 16-ാം തീയതി ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് IMAX 4D 3D 2D ഫോർമാറ്റിൽ റിലീസിനെത്തും. ഇന്ന് 2 പ്രധാനപ്പെട്ട സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, വാണി വിശ്വനാഥ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ റൈഫിൾ ക്ലബ് ആണ്. ഇന്ന് രാത്രി 12 മണി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ റൈഫിൾ ക്ലബിന്റെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. രണ്ടാമത്തെ ചിത്രം ജോജു ജോർജ് നായകനായും സംവിധായകനായും തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ പണി എന്ന ചിത്രമാണ്. ഇന്ന് രാത്രി 12 മണി മുതൽ സോണി ലിവിലൂടെ പണി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പിന്നെ നമ്മുടെ നസ്ലിൻ നായകനായിട്ടെത്തിയ അയാം കാതലനും OTT റിലീസിലേക്ക് കടക്കുകയാണ്. മനോരമ മാക്സ് ആണ് അയാം കാതലന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി 17-ാം തീയതി മനോരമ മാക്സിലൂടെ അയാം കാതലൻ OTT റിലീസ് ചെയ്യും. വിശാലിനെ നായകനാക്കി 2012-ൽ സുന്ദർ സി സംവിധാനം ചെയ്ത് ഈ കഴിഞ്ഞ ജനുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മതഗജരാജ എന്ന ചിത്രം റിലീസിനെത്തി 3 ദിവസങ്ങൾ കൊണ്ട് 13 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7.5 കോടി രൂപ മാത്രം ഹിറ്റ് സ്റ്റാറ്റസിൽ എത്താൻ വേണ്ടിയിരുന്ന ഈ വിശാൽ ചിത്രം ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം എന്ന സിനിമയുടെ ആദ്യ 6 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 14 കോടി 50 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 4 കോടി രൂപയും ഓവർസീസിൽ നിന്നും 17 കോടി രൂപയും സ്വന്തമാക്കിയ രേഖാചിത്രം 34 കോടി 30 ലക്ഷം രൂപയാണ് 6 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും ഗ്രോസ് കളക്ഷനെ നേടിയെടുത്തിട്ടുള്ളത്. പേരൻപ് എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി, സൂരി, അഞ്ജലി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റാം സംവിധാനം ചെയ്ത 7 കടൽ 7 മല എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന ജനുവരി 20-ാം തീയതി പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി മാസത്തിലാവും 7 കടൽ 7 മല തിയേറ്ററുകളിലേക്ക് എത്തുക. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രസ് മീറ്റ്, ഇന്റർവ്യൂ, അതുപോലെ തന്നെ കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് പ്രൊമോഷൻ ഇവന്റും സിനിമയ്ക്കായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യാനിരിക്കുന്ന ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് പ്രൊമോ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഫൺ മൂഡിൽ ആരംഭിച്ച് പക്ക മാസ് ആയിട്ടുള്ള രജനികാന്തിന്റെ എൻട്രിയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കിടിലൻ പ്രൊമോ വീഡിയോ ആയിരുന്നു മൂവി ടീം പുറത്തുവിട്ടത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന മാർച്ച് മാസം മുതൽ ആരംഭിക്കും. 2026 പൊങ്കൽ റിലീസിനാവും ജയിലർ 2 തിയേറ്ററുകളിലേക്ക് എത്തുക. പിന്നെ ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ 2-ാം ഭാഗത്തിലും നമ്മുടെ ലാലേട്ടനും ശിവരാജ് കുമാറും ഈ ചിത്രത്തിൽ കാമിയോ വേഷങ്ങളിൽ എത്തുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.